എല്ലാവർക്കും ഫുഡിലേക്ക് സ്വാഗതം. അപ്പൊ മച്ചാന്മാരെ, ഇന്ന് പ്രവീൺ മച്ചാന്റെ വലിയൊരു പരാതിയുടെ പുറത്താണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അതായത് പ്രവീൺ മച്ചാന് ഭയങ്കര പരാതി. പ്രവീൺ മച്ചാന്റെ ഐഡിയാസ് ഒന്നും നമ്മൾ കൺസിഡർ ചെയ്യില്ല. പ്രവീൺ മച്ചാൻ ഇടയ്ക്ക് ഒരു ഐഡിയ കൊണ്ടുവിട്ടാ സാധനങ്ങളൊക്കെ ഹിറ്റ് ആയിരിക്കുള്ളൂ, അത് വേറെ കാര്യം. അപ്പൊ പ്രവീൺ മച്ചാനെ, എന്താണ് എന്റെ ഐഡിയ കേൾക്കട്ടെ. ഇന്ന് നമ്മളൊരു ബോട്ട് ഉണ്ടാക്കാൻ വേണ്. ചക്രം ഉപയോഗിച്ചുള്ള ഒരു ബോട്ട്. ആ ചക്രത്തിൽ നമുക്ക് കയറി കഴിയുമ്പോ ആ ചക്രം കിടന്ന് കറങ്ങുമ്പോ ബോട്ട് നീങ്ങും. ആ ഒരു ബോട്ട് ചക്രത്തുമ്മ കയറി നിന്നിട്ട് ചക്രത്തിന്റെ അടിയിൽ ഡ്രം ഉണ്ട് ട്ടാ. നല്ല പൊന്തി കിടക്കുള്ളൂ. പൊന്തി കിടക്കാനായിട്ട് ഡ്രം ഉണ്ട്. അപ്പൊ ചക്രത്തുമ്മ നമുക്ക് കയറി നാക്കുമ്പോ ബോട്ട് നീങ്ങും. അപ്പൊ ഉള്ളിൽ ഐഡിയ ഒക്കെ ഉണ്ടോ? 6 പേർക്ക് 7 പേർക്ക് പ്രവീൺ മച്ചാന്റെ ഐഡിയ നമ്മൾ കൺസിഡർ ചെയ്തില്ല എന്നുള്ള പരാതി ഇന്നത്തോട് നമ്മൾ തീർക്കാൻ പോവാണ്. അപ്പൊ പ്രവീൺ മച്ചാൻ പറഞ്ഞുതരും എങ്ങനെ ഉണ്ടാക്കണം എന്നുള്ളത്. അതുപോലെ എനിക്ക് നമ്മൾ ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. പ്രവീൺ മച്ചാനെ, സംഭവം പൊളിക്കൂലേ? വെള്ളത്തിൽ മുങ്ങി പോവോ? മുങ്ങൊന്നുമില്ല. 15 മുങ്ങിയിരിക്കും. മുങ്ങൂല. അപ്പൊ എന്തായാലും പ്രവീൺ മച്ചാന്റെ കോൺഫിഡൻസ് ആണ്. നമ്മൾ ഇന്ന് പ്രവീൺ മച്ചാന്റെ ഉള്ളിലുള്ള ഐഡിയനെ നമ്മൾ ഇന്ന് ഒരു പ്രൊജക്ട് ആക്കി മാറ്റാൻ പോവാണ്. വീഡിയോ പൊളിക്കാൻ പോവാണ് അല്ലേ? അതെ. അപ്പൊ തുടങ്ങാം പരിപാടി. അപ്പൊ നേരെ ഓഫീസിൽ പോയിട്ട് ഡിസൈനിങ്ങും കാര്യങ്ങളും കുറെ പരിപാടികളൊക്കെ ഉണ്ട്. അപ്പൊ നമ്മൾ ഫ്രം ദ സ്ക്രാച്ച് തുടങ്ങാൻ പോവാണ് അല്ലേ? അതെ. അപ്പൊ തുടങ്ങാം. ബൈ ബൈ. നേരെ നമ്മുടെ വർക്ക്ഷോപ്പിലേക്ക് വിട്ടാലോ. അപ്പൊ കൊച്ചുമക്കളെ, നമ്മുടെ പ്രവീൺ മച്ചാൻ മനസ്സിൽ കണ്ട, അതായത് ഒരാൾ നിന്ന് ഓടുമ്പോ ചക്രം കിറങ്ങി മൂവ് ആവുന്ന ബോട്ടിനെ നമുക്കൊന്ന് 2D ആക്കിയിട്ട് ഒരു ഡ്രോയിങ് വരച്ചു നോക്കാം. പ്രവീൺ മച്ചാനെ, ഞാൻ വരയ്ക്കുമ്പോ നീ ഉദ്ദേശിച്ചാണെന്ന് പറയണോട്ടാ. അപ്പൊ അടിയിൽ എന്നിട്ട് പറഞ്ഞ നീ ഡ്രം അല്ലേ? എത്ര ഡ്രം വേണം? 4 ഡ്രം. ഓക്കെ, 4 ഡ്രമ്മായി. ഇനി അതിന്റെ മുകളിലെ പ്ലാറ്റ്ഫോം. ഓക്കെ, അപ്പൊ നമ്മുടെ വെള്ളത്തിൽ പൊന്തി കിടക്കാനുള്ള സെറ്റപ്പ് ആയിപ്പാ. ഇത് വെള്ളം അല്ലേ? ഓക്കെ, അങ്ങനെ നമ്മുടെ വെള്ളം വന്നു, പ്ലാറ്റ്ഫോം വന്നു. ഇനി ഇവിടെ വീലല്ലേ? വലിയ വീല് എന്ന് പറയുമ്പോ ഇത്ര ഉണ്ടാവും വീല്? ഇത്ര ഉള്ള വീല്. ഇനി വെള്ളം തെറിപ്പിക്കാനുള്ള ഇത് പങ്ക. ഓക്കെ, അപ്പൊ നമ്മുടെ ജലചക്രത്തിന് വെള്ളം തെറിപ്പിക്കാനുള്ള പങ്ക വെച്ചു കൊടുക്കാണ്. പ്രവീൺ മച്ചാന്റെ മനസ്സിൽ മാത്രമുള്ള സാധനം ഉണ്ടാവും. നമ്മളിപ്പോ വിഷ്വലൈസ് ചെയ്യാൻ നോക്കുന്നേ. എത്ര പങ്ക് വരും? കൊറേ പങ്ക് വേണോ? ഒരെണ്ണം കൂടി. ഇത്ര പങ്ക് വന്ന്. ഇനി ഇത് എങ്ങനെ ജോയിൻ ചെയ്യണോ? കുഴി വേണോ? ഓ, വെള്ളം തെറിപ്പിക്കാനുള്ള കുഴി. ഓക്കെ, അതിന്റെ നടുക്ക് നമുക്ക് വെക്കാം. ഇവിടെ ഇത് കണക്ഷൻ ഇടാം. ഇനി ഇവിടെ ആള്. ഓക്കെ, ആള് ഓടണം. അപ്പൊ ആള് ഓടണ്. ഈ ആള് ഓടിക്കഴിയുമ്പോ ഇത് കറങ്ങും. എങ്ങോട്ട്? ഏത് സൈഡിലേക്ക് ഇറങ്ങും? ഓടും. അപ്പൊ ഇതാണ് പ്രവീൺ മച്ചാന്റെ ബേസിക് ബോട്ടിന്റെ പ്ലാന്റാ. അപ്പൊ എന്തായാലും പ്രവീൺ മച്ചാനെ കൊണ്ട് തന്നെ നമുക്ക് ഇത് ശരിക്കും റിയൽ ആയിട്ട് എങ്ങനെ ഉണ്ടാവുന്നത് വരപ്പിച്ചിട്ട് ആനിമേഷൻ ചെയ്തത് എങ്ങനെ ഉണ്ടാവുന്നു ഓടിപ്പിച്ച് നോക്കാം നമുക്ക്. റെഡി? അങ്ങനെ നമ്മുടെ പ്രവീൺ മച്ചാൻ നമ്മൾ മനസ്സിൽ കണ്ട സാധനം, നമ്മളല്ല, പ്രവീൺ മച്ചാന്റെ ഐഡിയ തന്നെയാണ്. മനസ്സിൽ കണ്ട സാധനം കറക്റ്റ് ആയിട്ട് ഫോട്ടോഷോപ്പിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇപ്പൊ ഒന്ന് നോക്കുകയാണെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അടിയിൽ ബാരല് വെള്ളത്തിൽ കിടക്കണു. ഒരു വലിയ റിങ്, അതായത് നമ്മുടെ ജലചക്രം പോലത്തെ റിങ്, അതിലൊരാൾ ഓടുമ്പോ ഇത് നീങ്ങുന്നാണ് പറയുന്നത്. അപ്പൊ ഇത് ഓടിക്കുന്ന രീതിയിലാക്കി കാണിക്കാൻ പറ്റുമോ പ്രവീൺ മച്ചാനെ? അത് ഓടിക്കാൻ സിമ്പിൾ അല്ലേ? സിമ്പിൾ ആണോ? അത് പ്രവീൺ മച്ചാൻ ഇപ്പൊ ഇത് ഓടിച്ച് കാണിച്ചു തരും. 10 മിനിറ്റ് കൂടി സമയം തരും ഞാൻ. അതിനുള്ളത് ഓടിച്ച് കാണിച്ചേ. സെറ്റ് ആക്കും. ഓക്കെ, റെഡിയായാ? പ്ലേ ചെയ്തേ. എന്റെ മോനെ, എടാ നീ എഡിറ്റിംഗ് സിംഹമായിരുന്നല്ലേ? പിന്നെ എന്തായാലും പ്രവീൺ മച്ചാന്റെ മനസ്സിൽ കണ്ട ഐഡിയ അതേ വന്നിട്ടുണ്ട്. അടുത്തൊരു പ്രശ്നം ഉണ്ടല്ലോ, അവന് ഓടണത് എങ്ങടാ? ഫ്രണ്ടിലോട്ട്. ബോട്ട് പോണത് ബാക്കിലോട്ടല്ലേ? എടാ നിനക്ക് എഡിറ്റിംഗ് അറിഞ്ഞൂടാ? കാറ്റാ പോടാ, വീലോട്ട് ദൂരില്ലല്ലേ? പ്ലേ ചെയ്തേ നോക്കിക്കോട്ടാ. ഇത് പുള്ളിക്കാരൻ ഓടണത് ഇങ്ങട്, ബോട്ട് പോണത് ഇങ്ങട്. അതെങ്ങനെ ശരിയാവും ഇവിടെ? കാറ്റ് കൂടി പോയത് ഇയാൾക്ക് എഡിറ്റിംഗ് ഒന്നും അറിഞ്ഞൂടാ. വെറുതെ നമ്മൾ പറ്റിക്കാണ് എഡിറ്റിംഗ് ഒക്കെ അറിയാന്ന് പറഞ്ഞോണ്ട്. അപ്പൊ എന്തായാലും ഇതേ സംഭവം പ്രവീൺ മച്ചാൻ ഓടിച്ച് കാണിച്ചിട്ടുണ്ട്. അപ്പൊ ഇതേപോലെ നമ്മൾ ഇനി റിയൽ ലൈഫിൽ കൊണ്ടുവരണം അല്ലെ? അപ്പൊ എന്തായാലും നമ്മുടെ കുട്ടൻ ചേട്ടന്റെ അടുത്താണ് നമ്മൾ ഫ്രെയിം അടിപ്പിക്കാൻ പോണേ. നമ്മുടെ വലിയ വർക്കൊക്കെ വരുമ്പോൾ കുട്ടൻ ചേട്ടനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യാറ്. അപ്പൊ എന്തായാലും ഈ വീഡിയോ ഞാൻ എന്തായാലും കാണിക്കുമല്ലോ. കുട്ടൻ ചേട്ടനെ ഉണ്ടാക്കി വരുമ്പോൾ എഞ്ചിനീയറിംഗ് മാറിപ്പോ പ്രവീൺ മച്ചാന്റെ എഞ്ചിനീയറിംഗ് അവിടെ വർക്കൗട്ടോ. അപ്പൊ എന്തായാലും നമ്മൾ ഈ സാധനം വെച്ചിട്ട് കുട്ടൻ ചേട്ടനെ കാണിക്കുന്നു, നേരെ ഫ്രെയിം അടിപ്പിക്കുന്നു, പിന്നെ മൊത്തം പണികളാണ്. അപ്പൊ തുടങ്ങിയാലും പരിപാടി പ്രവീണേ, എനിക്ക് പോവാ, കമോൺ. അപ്പൊ നമ്മൾ പോവാണേ. അപ്പൊ മച്ചാവരെ, നമ്മൾ ഡിസൈൻ ചെയ്ത നമ്മളുടെ ആ ഒരു വെറൈറ്റി ചക്രം കറങ്ങുമ്പോൾ ഉള്ള ആ ഒരു ബോട്ട് ഉണ്ടാക്കി തരാൻ പോകുന്നത് ഫ്രെയിം വർക്ക് ഒക്കെ ചെയ്യുന്നത് ശരത്തേട്ടനാണ്. നമ്മുടെ മിക്കവാറും എല്ലാ വീഡിയോസിന്റെയും ഫ്രെയിം വർക്ക് ഒക്കെ ചെയ്യുന്നത് ശരത്തേട്ടനാണ്. ശരത്തേട്ട ഏൽപ്പിച്ചോടെ തന്നെ സെറ്റാക്കി തരൂല്ലേ? എന്തോരം ടൈം എടുക്കും? 2 ദിവസം. അപ്പൊ 2 ദിവസത്തിൽ നമുക്ക് ഫ്രെയിം കിട്ടും. ഫ്രെയിം കിട്ടിയിട്ടാണ് നമ്മുടെ ബാക്കി പണി വരാൻ പോകുന്നത്.
അങ്ങനെ നമ്മുടെ ഫ്രെയിമിന്റെ പണിയൊക്കെ കഴിഞ്ഞത് നമ്മൾ കയറ്റാനായിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ നമ്മളുടെ ഓരോ ഫ്രെയിമുകളായിട്ട് നമുക്ക് ഇനി ഇത് കയറ്റാട്ടാ. സംഭവം നമ്മൾ വിചാരിച്ച പോലെയല്ല, ഫ്രെയിം ഇച്ചിരി വലുതായി പോയി. എന്തത്? അപ്പോൾ നമ്മൾ ചെറിയ രീതിയിലാണ് സംഭവം ഉദ്ദേശിച്ചെങ്കിലും ഉണ്ടാക്കി വന്നപ്പോൾ കുറച്ച് വലുതായത് സംശയം. അങ്ങനെ വെച്ചാൽ നമ്മൾ സ്വപ്നത്തിൽ കണ്ട പോലെ തന്നെ നമ്മളുടെ വീൽ ഇതേ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മൾ പറഞ്ഞ സാധനം കേട്ടോ. അപ്പോൾ നോക്കി ഇത്രയും വലുപ്പമുള്ള റിങ്ങായി മാറിയിട്ടത്. അപ്പോൾ ഇതിൽ നമ്മുടെ പങ്കായ കാലുകൾ വരുന്നത് നോക്കി ഈ ഒരു വലുപ്പത്തിലാണ്. അത്യാവശ്യം നല്ല മെറ്റലിൻ്റെ ഷീറ്റ് വെച്ചാണ് കുട്ടാൻ അടിച്ചു തന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ കയറി നിൽക്കും. അതുപോലെ തന്നെ ഇതിൻ്റെ സെൻറ്റർ ഷാഫ്റ്റ് വരുന്നത് ഇതാണ്. ഇതിലേക്കായിരിക്കും നമ്മൾ ബെയറിംഗ് ഒക്കെ ഇട്ട് സെറ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. നല്ല വെയിറ്റ് ഉണ്ടാവും എന്തായാലും. അപ്പോൾ ഇതിനനുസരിച്ചുള്ള ബോഡിനെ നമുക്ക് അടിച്ചെടുക്കണം. എൻ്റെ പോ ഇത് നേരെ എനിക്ക് കയറ്റി നമ്മൾ കൊണ്ടുപോവാണ്. അങ്ങനെ നമ്മുടെ 2 ഫ്രെയിമുകളും നമ്മുടെ ചക്രവും അതുപോലെ തന്നെ ഇതിനുള്ള ബേസും നമ്മൾ അടിച്ച് കമ്പിയിൽ ഫ്രെയിം അടിച്ച് വണ്ടി കയറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇത് നേരെ പോകുന്നത് നമ്മുടെ വർക്ക്ഷോപ്പിലേക്കാണ്. അവിടെ ചെറിയ മിനുക്ക് പണികളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വെള്ളത്തിൽ ഇറക്കാം. അപ്പോൾ സാധനം കയറ്റി നമ്മൾ പോവാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഫ്രെയിമൊക്കെ കയറ്റിയ വണ്ടി വരുന്നുണ്ട്. നോക്ക് മക്കളെ, സബ് ഒരു ലോഡായിട്ട് സാധനം വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഇറക്കിയിട്ടിട്ട് നമ്മുടെ പാടത്തിൻ്റെ സൈഡിലിട്ടിട്ട് നമ്മൾ പണിതിട്ടുണ്ട് ഇറക്കാൻ പോകുന്നത്. കാരണം അല്ലെങ്കിൽ ഒരുപാട് ദൂരിട്ട് നമ്മൾ പണിത് കഴിഞ്ഞാൽ ഇത് ഇറക്കി കൊണ്ടുവരാനായിട്ട് ഭയങ്കര പാടായിരിക്കും. അപ്പോൾ സാധനം ഇവിടെ കൊണ്ടുവന്നിട്ട് ഇവിടെ വെച്ചാണ് നമ്മുടെ ടാങ്കും കാര്യങ്ങളും അതുപോലെ ഫ്ലൈവുഡൊക്കെ സെറ്റ് ചെയ്ത് മൊത്തത്തിൽ നമ്മളതിൻ്റെ അലൈൻമെൻ്റ് ഒക്കെ റെഡിയാക്കി എടുക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നമ്മുടെ ലോഡ് കയറ്റിയ വണ്ടി വന്നുകൊണ്ടിരിക്കുകയാണ് മക്കളെ, വന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ നമ്മുടെ കെട്ടക്കഴിച്ച് 2 പീസും നമുക്ക് താഴേക്ക് ഇറക്കിയെടുക്കണേ. ഇന്ന് വലിയ മഴയൊന്നുമില്ലാത്ത ക്ലൈമറ്റാണ്. പക്ഷെ പറയാൻ പറ്റില്ല, നമ്മൾ ഇറക്കി മെയിൻ പണിയുടെ സമയത്തായിരിക്കും ഇനി മഴ വരുന്നത്. സാധാരണ അങ്ങനെയാണ് സംഭവിക്കാറ്. ഇപ്പോഴത്തെ ഈ ക്ലൈമറ്റിൻ്റെ പ്രശ്നം എന്താണെന്നറിയോ? മഴയാണെങ്കിൽ പൂര മഴ, വെയിലാണെങ്കിൽ നിൽക്കാൻ പറ്റാത്ത വെയിൽ. ഇപ്പോൾ വെയിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലേ ഇന്ന് കുത്തിയടിക്കുന്ന വെയിലാണ്. പക്ഷേ പറയാൻ പറ്റില്ല, ചിലപ്പോൾ ഒരു 5 മിനിറ്റ് കഴിയുമ്പോഴേക്കും ഇവിടെ മഴയാവാം. അപ്പോൾ ഈ സാധനം നമ്മൾ ഇറക്കാണ്. ഇറക്കി കഴിഞ്ഞ് നമുക്ക് കുറച്ച് സാധനങ്ങളൊക്കെ ഇനി വാങ്ങിക്കാണ്ട്. ഇറക്കി കഴിയുമ്പോൾ ഫ്ലൈവുഡ് വാങ്ങിക്കണം, ഡ്രം വാങ്ങിക്കണം, നട്ട് ബോൾട്ട് വാങ്ങിക്കണം, സ്ക്രൂ വാങ്ങിക്കണം, പിന്നെ പെയിൻറ്റ് വാങ്ങിക്കണം. അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ ഇനി വാങ്ങിച്ചെടുക്കാനുണ്ട്. അപ്പോൾ ആദ്യം ഇവരെ നമുക്ക് താഴേക്ക് ഇറക്കാം. അപ്പോൾ നമ്മുടെ വണ്ടിയിൽ നിന്ന് ഐറ്റം ഇറക്കുകയാണ്. അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ട്. നമ്മൾ ആളെണ്ണ ഇച്ചിരി കുറവാണ്. എന്തായാലും പിടിച്ചോ മോനെ. വിചാരിക്കാൻ പോലെ കേട്ടോ, ഇത് മൊത്തത്തിൽ 135 കിലോ ഉണ്ട് സാധനം. ഇവനെ ഊട്ടായിപ്പടാ. നമ്മൾ ഇത്ര കിടന്ന് മരിച്ചു പണിയെടുക്കുമ്പോ ഒരു ഫോണും പിടിച്ചോണ്ട് നിക്കണ. അവിടെ വേറെ ക്യാമറ വെച്ചിട്ടുണ്ട് ഷൂട്ട് ചെയ്യാനായിട്ട്. കള്ളൻ എന്ന് പറഞ്ഞാൽ അമ്മാതിരി കള്ളൻ. നിനക്ക് എന്തെങ്കിലും പറയാണ്ടാടാ? അപ്പൊ അവന് സമ്മതിച്ചോ കള്ളനാണെന്ന്. ഇതിനി മൊത്തത്തില് ഇറക്കട്ടെ. അപ്പൊ നമ്മുടെ ഫ്രെയിം ജസ്റ്റ് ഒന്ന് നീക്കി വെക്കുകയാണേ. അപ്പോൾ ഫ്രെയിം നീക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി നമുക്ക് അടിപൊളി. അപ്പോൾ നമ്മൾ ഹെൽപ്പ് ചെയ്യാനായിട്ട് വന്നതാണ്. അപ്പോഴേക്കും ഞങ്ങൾ എടുത്ത് വെച്ച് കഴിഞ്ഞിട്ടാ, അല്ലെങ്കിൽ ഞങ്ങൾ പണിയെടുപ്പിച്ചാനത് പരിപാടി വെച്ചാനേ. അപ്പൊ ഫ്രെയിമൊക്കെ പാടത്ത് ഇറക്കിയിട്ടുണ്ട്. അപ്പൊ ഇനി അടുത്ത പരിപാടി എന്താണ്? നമുക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാനുണ്ട്. എന്ത് സാധനങ്ങൾ വാങ്ങിക്കാനല്ലേ? പ്ലൈവുഡ്, ഡ്രം, നട്ട് ബോൾട്ട് സാധനങ്ങൾ, നട്ട് ബോൾട്ട്, പെയിന്റ്, സ്ക്രൂ. അപ്പോൾ ഇത്ര സാധനങ്ങൾ നമുക്ക് വാങ്ങിക്കാനുണ്ട്. അപ്പോൾ ഇതുകൂടി ഇരിക്കട്ടെ, നമുക്ക് അപ്പോഴേക്ക് പോയി നമ്മുടെ സാധനങ്ങൾ വാങ്ങിട്ട് വരാം അല്ലേ? വണ്ടി എടുക്കും, പോവാ. ചേട്ടാ അങ്ങനെ നമ്മുടെ സാധനങ്ങൾ എടുക്കാനായിട്ട് പോവാണ്. നമ്മുടെ ഡ്രം, പ്ലൈവുഡ്, പെയിന്റ്, അങ്ങനെ കുറച്ചധികം സാധനങ്ങൾ എടുക്കാനുണ്ട്. പ്രേമച്ചാൻ എല്ലാം കൊടുങ്ങല്ലൂർ കിട്ടൂല്ലേ? എല്ലാം കിട്ടും. അപ്പൊ നമ്മൾ കൊടുങ്ങല്ലൂരൊക്കെ ഇറങ്ങിയാണ് ഈ സാധനങ്ങളൊക്കെ റെഡിയാക്കാനായിട്ട് പോകുന്നത്. നല്ലൊരു മഴക്കാര് വരുന്നുണ്ട്. ആ മഴ വരുന്നതിന് മുമ്പ് തന്നെ നമുക്ക് സാധനങ്ങൾ എടുത്ത് സെറ്റ് ആക്കണം. എന്താ പറയാ, മഴ വെയിൽ മാറി മാറി കളിച്ചോണ്ടിരിക്കുക. നമ്മളെ പണിയെടുപ്പിക്കില്ല കേട്ടോ. അപ്പൊ നമ്മുടെ പ്ലൈവുഡ് നോക്കാൻ വന്നേക്കാണ്. അപ്പോൾ നമുക്ക് വേണ്ട പ്ലൈവുഡ് തപ്പി ഇറങ്ങിയേക്കാണ്. അപ്പോൾ നമുക്ക് വെള്ളത്തിലിടാനുള്ളതായതുകൊണ്ട് ആ ഒരു ഗ്രേഡ് നോക്കിയിട്ട് വേണം എടുക്കാനായിട്ട്. അപ്പോൾ നമുക്ക് വേണ്ട സാധനം ഇതിന് കറക്റ്റ് തപ്പി എടുക്കണം. കണക്കുകൾ പറയുന്നത് 2 പ്ലൈവുഡിൽ പരിപാടി തീരുന്നതാണ്. അറിയില്ല, ചിലപ്പോൾ ഇനി എടുക്കേണ്ടി വന്നാൽ നമുക്ക് ഇവിടെ തന്നെ വരാം. അപ്പോൾ പ്ലൈവുഡ് കിട്ടി. അടുത്തതിന് നമുക്ക് വേണ്ടത് ബെയറിങ്, ഡ്രം. അപ്പോൾ നമ്മൾ മൊത്തത്തിൽ 8 ഡ്രമ്മാണ് വേണ്ടത്. ഒരു റൗണ്ടിൽ നമ്മൾ 4 കൊണ്ടുപോവാണ്. അടുത്ത റൗണ്ടിൽ ഒരു 4 കൂടി എടുക്കും. അപ്പോൾ 4 ഡ്രം സെറ്റ് ആക്കിയിട്ടുണ്ട്. ഈ ഡ്രമ്മിനൊക്കെ നല്ല പൈസ ആയിട്ട് ഇപ്പോൾ. അപ്പം ഇനി നമ്മുടെ പ്ലൈവുഡ് കട്ടിങ് പരിപാടികളാണ്. അങ്ങനെ നമ്മുടെ പീസുകളെല്ലാം ഒരുവിധം കട്ട് ചെയ്ത് കഴിയാറായിട്ട് ഈ ഒരു പീസ് കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ നമുക്ക് സെറ്റിങ്ങിന് പോവാം.
പട്ടപ്പെട്ടാണ് നമ്മുടെ പണികളൊക്കെ നടക്കുന്നത് കേട്ടാ. അങ്ങനെ നമുക്ക് വേണ്ട പീസുകളൊക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി നേരെ സെറ്റിംഗ് ആണ്, അത് നമ്മുടെ പാടത്ത് വെച്ച്. അങ്ങനെ നമ്മുടെ ഡ്രം സെറ്റ് ഒരു 8 എണ്ണം വന്നിട്ടുണ്ട്. ഈ കാണുന്ന ഡ്രം വെച്ചാണ് നമ്മൾ വെള്ളത്തിൽ ഫ്ലോട്ട് ചെയ്ത് കൊടുക്കാനുള്ള പരിപാടികൾ സെറ്റ് ആക്കണം കേട്ടാ. ഓ ഇത് ഹെവി സാധനമാണ്, മുങ്ങിപ്പോണല്ലോ. എന്നിട്ട് കഥ പറച്ചിൽ മാത്രമല്ല, സാധനം ഹെവി സാധനമാണ്. അതായത് ഒരു കുടുംബത്തിന് കയറി നിൽക്കാൻ പറ്റാവുന്ന രീതിയിലാണ് നമ്മളിത് സെറ്റ് ചെയ്യുന്നത്. പൊക്കിക്കോ മോനെ. ഇത് വെയിറ്റടാ എൻ്റെ അമ്മേ. അവിടെ ചോനെ നമുക്കിത് ഒന്ന് പെയിൻ്റൊക്കെ അടിച്ച് സൂപ്പറാക്കി എടുക്കാം. നമ്മുടെ ഫിന്നുമ്പോൾ മാത്രം ഒരു ചുമപ്പ കളർ അടിച്ച് കൊടുക്കാം നമുക്കൊരു ഭംഗി കിട്ടാനായിട്ട്. അതായത് നമ്മൾ മുറിച്ചെടുത്ത പ്ലൈവുഡേ നമുക്കൊന്ന് ഇറക്കിയിട്ട് വണ്ടി നമുക്ക് മാറ്റാം. ഏറ്റവും മിനിമലായിട്ടുള്ള സാമഗ്രികൾ വെച്ചിട്ടാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു കറങ്ങുന്ന ബോട്ട്, അതായത് ജലചക്ര ബോട്ട് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇനിത് നമ്മുടെ ഫ്രെയിമിലേക്ക് പണികൾ വരാണ്. ഈ ഫ്രെയിമിലേക്ക് നമ്മൾ പ്ലൈവുഡ് വെച്ച് ഇനി നേരെ സ്ക്രൂ ചെയ്ത് കൊടുക്കാൻ പോവാണ്. അപ്പോൾ അതെ നമ്മൾ പറഞ്ഞ പോലെ പ്ലൈവുഡ് അടിക്കൽ പരിപാടികൾ തുടങ്ങുകയാണ്. മോനെ അവിടെ ഇട്ടോ, വലിയ പീസിൽ തന്നെ തുടങ്ങാം. ഇത് നമുക്ക് കയറി നിൽക്കാനുള്ള പോർഷനിലേക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പ്ലൈവുഡ് അടിച്ചു കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ കാണുന്ന സ്ക്രൂ ആണ് അടിച്ചു കൊടുക്കാൻ പോകുന്നത് കേട്ടോ. നമ്മുടെ സെൽഫ് അടി തുടങ്ങുകയാണേ. അങ്ങനെ നമ്മുടെ ഓരോ സ്ക്രൂകളും അടിച്ചുകൊണ്ടിരിക്കുമ്പോൾ സംഭവം നമ്മുടെ പ്ലാറ്റ്ഫോം നല്ല സ്ട്രോങ് ആവേ. അപ്പോൾ നമ്മുടെ ഫിന്നും ഒന്ന് കളർ അടിച്ചു കൊടുക്കുകയാണേ. റെഡാണ് അടിച്ചു കൊടുക്കുന്നത് നമ്മൾ. അപ്പോൾ നമ്മുടെ 2 സൈഡിൽ ഇതുപോലെ പ്ലൈവുഡ് വരും കേട്ടോ. അപ്പോൾ നമുക്ക് കയറി നിൽക്കാനുള്ള സ്ഥലം, അതുപോലെ തന്നെ ഒരു സപ്പോർട്ടിന് വേണ്ടിയിട്ടാണ്, നമ്മുടെ ഡ്രം വെക്കുന്ന സപ്പോർട്ടിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പീസ് അടിച്ചു കൊടുക്കുന്നത് ഇവിടെ. അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ സൈഡിലേക്കുള്ള പ്ലൈവുഡ് ഇട്ട് കൊടുക്കുകയാണ്. ചറപറ സ്ക്രൂ അടിച്ച് കൊടുക്കേണ്ട, കാരണം ഇതിൻ്റെ ബലത്തിലാണ് മൊത്തത്തിൽ നമ്മുടെ ഐറ്റം ഇരിക്കുന്നത്. അങ്ങനെ നമ്മുടെ പ്ലൈവുഡ് അടി കാര്യങ്ങളൊക്കെ കഴിഞ്ഞു കേട്ടോ. ഇനിയിപ്പോൾ ജസ്റ്റ് ഒന്ന് പെയിൻ്റ് അടിക്കണം. ഒന്ന് പെയിൻ്റ് അടിച്ച് കഴിഞ്ഞാൽ നേരെ നമ്മൾ റിങ് എടുത്ത് നമുക്ക് ഇതിൻ്റെ മുകളിൽ കയറ്റാനുള്ള പരിപാടി. അതിന് മുമ്പായിട്ട് ഡ്രം നമുക്ക് അടിയിൽ വെച്ച് കൊടുക്കണം. നമ്മുടെ കാലുമേക്കൊക്കെ ഒരു ഭംഗിക്ക് വേണ്ടി ഒരു നീല പെയിൻ്റ് അടിച്ച് കൊടുക്കുകയാണ് നമ്മൾ. അപ്പോൾ നമ്മുടെ ഡ്രം ഇനി സെറ്റ് ചെയ്ത് കൊടുക്കണ്ട, നമുക്ക് ഇറക്കാൻ പാകത്തിന് നേരെ ഫ്രെയിം ഇതുമേ കയറ്റാൻ പാകത്തിന് നേരെ ഇതിൻ്റെ മുകളിലേക്ക് പൊക്കി വെക്കാനുള്ള പരിപാടി. പരമാവധി കയറുകൾ ഒഴിവാക്കി സെറ്റാക്കാനാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ നമ്മൾ ഉണ്ടാക്കിയ ഫ്രെയിം നേരെ ഇനി നമ്മുടെ ടാങ്കുമേക്ക് ഇറക്കി വെക്കാനുള്ള പരിപാടി. ഓക്കെ ആണേ. എന്തോ വെള്ളത്തിൽ പോവല്ലേ നീ? ആ അതിന് ഞാൻ വെച്ച് അയ്യേ ചമ്മിപ്പോയി. അപ്പോൾ കറക്റ്റ് ഫിറ്റിംഗ് ആയിട്ടുണ്ട്. 4 ടാങ്ക് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റ് ഇതേ കണ്ട പാക്ക് ചെയ്ത പോലെ ഇരിക്കുന്നുണ്ട് കേട്ടോ. ഇനി അപ്പുറത്തെ സൈഡിലും ഇതേപോലെ തന്നെ നമുക്ക് ടാങ്ക് വെക്കണം. അപ്പോൾ നമുക്ക് ഡ്രം കയറ്റാം. മോനെ പൊക്കിക്കോടാ, പൊക്കി ഓരോ ഡ്രമ്മുകളായിട്ട് കയറ്റാം നമുക്ക്. ആ പോകട്ടെ. താഴട്ടെ താഴട്ടെ താഴട്ടെ. യെസ് മോനെ കയറി നോക്കിയാടാ, ഒന്ന് സെറ്റാക്കി എല്ലാവരും കയറി. ചെരുപ്പൂരിട്ട് കയറിപ്പോൾ നമ്മൾ ആദ്യം ഒരു ബഹുമാനമൊക്കെ കാണിക്കണം. സെറ്റല്ലേ? അടിപൊളി. ഉരുളില്ല ടോമഞ്ചേരി പോലെ ഭയങ്കര ബുദ്ധിയാണല്ലോ നിനക്ക്. പക്ഷെ ആ ബുദ്ധി ഇതിൽ വർക്കൗട്ട് ആവില്ല. അപ്പൊ മച്ചാന്മാരെ ഇത് നോക്ക്, നമ്മളുടെ ഫ്രെയിമും അതുപോലെ ഫ്രെയിമിലുള്ള ഡ്രമ്മൊക്കെ നമ്മൾ സെറ്റ് ചെയ്തു. ഇനിയിപ്പോൾ നേരെ ഇത് വെള്ളത്തിലേക്ക് ഇറക്കാൻ പോവാണ്. വെള്ളത്തിലേക്ക് ഇറക്കി വെച്ചിട്ടാണ് ഇതിലേക്കുള്ള വീല് നമ്മൾ സെറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ മച്ചാന്മാരെ ഇതേ നമ്മുടെ ഫ്രെയിമൊക്കെ സെറ്റ് ചെയ്ത് ഇനി നേരെ നീറ്റിൽ ഇറക്കുന്ന പരിപാടിയാണ്. നമ്മുടെ ബോട്ടിനെ വെള്ളം തൊടിക്കുന്ന പരിപാടിയാണ്. മക്കളെ തള റെഡിയല്ലേ? തള്ളിക്കോടാ, തള്ളിക്കോ തള്ളിക്കോ. പോല പോല ലൊക്ക ലൊക്ക. പോട്ടെ പോട്ടെ പോട്ടെ. ആയ് അമ്പാ ശബാഷ്. അയ്യോ മുളിക്കറി നോക്കട്ടെ. ഉദ്ഘാടനം കഴിച്ച്. എടാ ഇത് നല്ല സ്റ്റേബിളാണ് വീണേ. തള്ളിവിട്ടാ സംഭവം സ്റ്റേബിളാട്ടാ. എന്ത് സ്റ്റേബിളാണോ? എല്ലാ സൈഡും സ്റ്റേബിളാണ്. എടാ ഇത് കുറേ ഉണ്ടാക്കിയിട്ട് കഴിഞ്ഞാൽ ഇത് പാലോക്കാലാടാ, ഊരിപ്പോലെന്ന് പറ. അപ്പൊ അതെ സംഭവം സെറ്റാണ് ട്ടാ. എല്ലാ സൈഡിലേക്ക് ബാലൻസ് കൊല്ലാതെ നോക്കുന്നോടാ.
അപ്പോൾ അതെ സംഭവം സെറ്റാണ്. ഇനി നേരെ നമ്മുടെ വീല് കയറ്റി വയ്ക്കാനുള്ള പരിപാടി നോക്കാം. അപ്പോൾ അതെ ഇനി നമ്മുടെ ചക്രം ജലചക്രം നമ്മൾ സെറ്റ് ചെയ്യാനായിട്ട് കൊണ്ടുപോവാണ്. ഓ കല്ല് മാത്രമല്ല ഇവിടെ കുറേ സാധനങ്ങളുണ്ട്. അങ്ങനെ നമ്മുടെ സാധനം കയറ്റാൻ പോവാണ്. എടാ രണ്ടുപേരും അതിൻ്റെ മുകളിൽ കയറിക്കണം. അപ്പോൾ അതെ സാധനം ഇനി ഉരുട്ടി കയറ്റാണ്. എളുപ്പമില്ല. അപ്പോൾ ഇത് രണ്ട് സൈഡിലും നമ്മളിത് ഈ കാണുന്ന ബെയറിങ് കയറ്റി കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ ബെയറിങ് വെച്ച് കഴിഞ്ഞാൽ നേരെ അതുമ്മേക്ക് സെറ്റ് ചെയ്യാൻ എളുപ്പമായിരിക്കുമേ. അപ്പോൾ ഇനി നമ്മൾ നേരെ സംഭവം കയറ്റി അത് നമ്മൾ സെറ്റ് ചെയ്യാൻ പോവാണ്. അങ്ങനെ സംഭവം നമ്മളിത് സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് റെഡിയാക്കാനായിട്ട് ഇതേ കണ്ട നമ്മളുടെ ആ ഒരു ബെയറിങ് രണ്ടും കൂടി നമ്മൾ ഇതിലേക്ക് നട്ടും ബോൾട്ടിട്ട് ടൈറ്റ് ചെയ്യാനായിട്ട് പോവാണേ. അപ്പോൾ ഇത് നമ്മളിത് വെച്ച് ടൈറ്റാക്കി നല്ല സ്പാനർ ഇട്ട് മുറുക്കി സീനാക്കൂട്ടല്ലേ നമ്മൾ വെള്ളത്തിൽ കിടക്കുകയെ കറക്കുന്ന സമയത്ത്. അപ്പോഴേ നമ്മുടെ റോഡ് ഊരി പോവാതിരിക്കാൻ വേണ്ടിയിട്ട് എല്ലെങ്കിൽ ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കാണേ. അങ്ങനെ നമ്മുടെ ബെയറിംഗും ടൈറ്റ് ആക്കി സെറ്റപ്പ് ആക്കിയിട്ടുണ്ടേ. അപ്പം മച്ചാന്മാരെ കുറെ നേരത്തെ പണികൾക്ക് ശേഷം നോക്ക് മക്കളെ നോക്ക്, നമ്മുടെ സംഭവം റെഡി ആയിട്ടുണ്ട്. ഇപ്പൊ നോക്കുകയാണെങ്കിൽ ഒരു പ്ലാറ്റ്ഫോം, നമ്മുടെ കറങ്ങുന്ന ജലചക്രം, നമ്മളിനി അതിൽ കയറി നിന്ന് കറക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇത് മൂവ് ആവുന്നതാണ് നമ്മുടെ പ്ലാൻ. എന്തായാലും നോക്കി നോക്കാം മൂവ് ആവോ ഇല്ല എന്നുള്ള കാര്യം നമുക്ക് വലിയ പിടിയില്ല. കാരണം നമ്മൾ ആദ്യമായിട്ടാണ് ഇത് ചെയ്യുന്നത്. നമ്മുടെ തലച്ചോറിൻ്റെ ഉള്ളിൽ അത് മൂവ് ആവുമായിരുന്നു, പ്രവീൺ ചെയ്ത ആനിമേഷൻ അത് മൂവ് ആവുമായിരുന്നു. പക്ഷെ നമ്മൾ കയറിക്കുമ്പോൾ എന്താണെന്നറിയില്ല. മക്കളെ കയറുവാ, ഓടിക്കേറ് കമോൺ. അപ്പോൾ എല്ലാവരും കൂടി ഒരു തീർത്ഥയാത്രയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഓക്കെ അല്ലേടാ മോനെ? കയറഴിക്കട്ടെ. കയറ കഴിച്ചു വെച്ചേക്കണല്ലേ. ഓക്കെ അപ്പോൾ ദേ നമ്മൾ കയറി അങ്ങോട്ട് പോവാണ്. 3 പേരൊന്നും പ്രശ്നമില്ല. എടാ പൊസിഷൻ ചെയ്യട്ടെ ഏട്ടാ. നമുക്ക് അന്ന് തുടങ്ങിയാലാ? ആദ്യം കയറി കളിക്കുമ്പോൾ നമുക്കൊന്ന് കറക്കി നോക്ക് മൂവ് ആവുന്നുണ്ടാന്ന്. ഏടാ കൈകൊണ്ട് കറക്കുമ്പോൾ തന്നെ മൂവ് ആവണ്ടാ പ്രവി. സാധനം വർക്കിംഗ് ആണ് മോനെ, സെറ്റ്. കരയിലേക്കുള്ള ഒന്നേ നമുക്ക് നിക്ക് ഒരു തീർത്ഥയാത്ര തന്നെ തുടങ്ങാം. നിക്ക് ഞാൻ ഇതിൽ കയറട്ടേടാ പ്രവീണേ, ഞാൻ കയറാൻ പോണതിൻ്റെ ഉള്ളില്. കയറി കഴിഞ്ഞാ എന്താവും എന്ന് എനിക്ക് അറിയില്ല. കറക്കട്ടെ? വേണ്ട, ഇനി ഞാൻ കറക്കാം. എടാ ഞാനിതിൽ കുളിക്കുന്നുണ്ടാന്നൊരു സംശയം. പക്ഷെ എടാ വർക്ക് ചെയ്യണ്ടാ, ഇത് വർക്കിംഗ് ആണ്. മോനെ സെറ്റ് പ്രവീണേ, വർക്കിംഗ് ആടാ, കൊള്ളാടാ, സാധനം വർക്ക് ചെയ്യുന്നുണ്ട്. എഞ്ചിനാണ് ഞാനാണ് എഞ്ചിൻ. എഞ്ചിൻ ഫുൾ പവർ ആണ്. എഞ്ചിൻ ഫുൾ ത്രോട്ട്. ഇരിക്കണത് കൊള്ളാം. പക്ഷെ അതൊരു കാര്യമുണ്ടാ, അഴിക്കോടാ. പക്ഷെ തിരുമ്പളടാ നമ്മത് വീട്ടിലൊക്കെ നടക്കൂല, നമുക്ക് പിടിക്കേണ്ടതും കൂടി ആവശ്യമില്ല. കണ്ട നമ്മ നടക്കൂലടാ. അതുപോലെ തന്നെ സാധനം കൊള്ളാട്ടെ, സെറ്റ് സാധനം. പിന്നെ എന്താ പുള്ളിയും ഇതിൽ തന്നെ കഴിയും. എന്തായാലും വർക്കിംഗ് ആയി സാധനം. ഇതൊക്കെ സന്തോഷം. നമ്മൾ ഉണ്ടാക്കിയ സാധനം ഇങ്ങനെ വർക്ക് ചെയ്ത് കാണുമ്പോ നമുക്ക് കിട്ടുന്നൊരു സന്തോഷം. അതാണ് ഇതിന്റെ മെയിൻ അട്രാക്ഷൻ. കളിക്കാൻ പറ്റുന്നേ അമരാക്ഷം മാത്രം ഉണ്ടാ പണിയെടുക്കണ പുഞ്ചായിലെ ഇത് വൃത്താനിട്ട് കറങ്ങേ. അപ്പൊ സംഭവം നമ്മള് എഞ്ചിൻ മാറിക്കൊണ്ടിരിക്കുകയാണ്. അടുത്ത എഞ്ചിനെ സെറ്റ് ചെയ്യാണ്. ടർബോ V3 സെക്കൻഡ് ഹാൻഡ് ആണ്. എന്ത് സുഖമാണി നിലാവ്, എന്ത് സുഖമാണി കാറ്റ്. മോനെ മൂട്
പൊള്ളി സാധനം നോക്കി എന്ത് രസമായിട്ടൊക്കെ ഇറങ്ങണേ നോക്കിയേ സാധനം മൂവിങ് ആണ് ആമ്പലി കൂടെയൊക്കെ കയറി പോയണ്ട ആമ്പലി കൂടെ കയറി പോവാണ് സി സി കുറവാ എന്റെ അഭിപ്രായത്തിലേ നമുക്ക് ആഞ്ഞു പിടിച്ചാൽ നേരെ അറബിക്കടല് അത് കഴിഞ്ഞാ പിന്നെ കിരണ ആരാ ദുബായ്ക്കാരനാ നോക്കിയേ ദുബായ്ക്കാരനെ നോക്കട്ടെ എടാ ഭാവി ദുബായ്ക്കാരനെ നോക്കി ചിരിച്ചിങ്ങോട്ട് നോക്കി ചിരിച്ചേ നാളെ വന്ന് ഭാവി ദുബായ്ക്കാരനെ ചിരിച്ചിങ്ങോട്ട് നോക്കി അപ്പൊ ഈ ഒരു പോക്ക് ഞങ്ങൾ പോയി കഴിഞ്ഞാ നേരെ ഞങ്ങള് അറബിക്കടലാണ് എത്താൻ പോകുന്നത് അറബിക്കടലിലേക്കുള്ള യാത്രയാണ് എന്ത് രസമൊക്കെ പോണത് മോനെ പ്രവീൺ മച്ചാനോട് കേട്ടിട്ടുണ്ടായിരുന്നു അവനും കയറ്റി 2 റൗണ്ട് CC ഉരുകിപ്പിച്ച് വിടണം നമുക്കിതില് അല്ലേ അല്ല നെയ്യൊക്കെ ഉരുകാനുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി സാധനം മൂവിങ് ആണ് അതേ കണ്ട സംഭവം സെറ്റ് അപ്പൊ നമ്മുടെ ഡ്രൈവർ മാറി ഇപ്പൊ നമ്മുടെ എഡ്വിൻ മച്ചാനാണ് ഡ്രൈവർ ആയിട്ടുള്ളത് നല്ല എഞ്ചിനുള്ള കറങ്ങട്ടെ ഇറങ്ങടാ അപ്പൊ ആള് മാറി കഴിഞ്ഞപ്പോ വണ്ടിയുടെ സ്പീഡൊക്കെ മാറി വണ്ടി കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് കണ്ട ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്കിതിൽ കയറി കഴിഞ്ഞാൽ കുളി നടക്കും എന്നുള്ളതാണ് കേട്ടാ നനഞ്ഞ് കുളിച്ച് അജുവിന്റെ എഞ്ചിൻ പണി മുടക്കി തുടങ്ങി അജുവിന്റെ എഞ്ചിൻ പണി മുടക്കി കയ്യൊക്കെ പിടിക്കാണ്ട് ട്രെഡ്മില്ലൊക്കെ ഓർഡർ പോലെ ട്രെഡ്മില്ലിൽ ഓർഡർ പോലെ കനം പോലെ അല്ലേ സുഖം അത്ഭുത ദ്വീപില് മറ്റേ നേരം മച്ചാൻ ഓടിക്കണമെന്ന് ഭയങ്കര ആഗ്രഹം അടുത്ത പ്രവീൺ മച്ചാനെ ഓടിക്കാൻ പോണേ പോട്ടെ പ്രവീൺ മച്ചാനാണ് ഇപ്പൊ കറങ്ങിക്കൊണ്ടിരിക്കുന്നത് നമ്മള് ഏതില്ലത്തേക്ക് പോകുന്നത് പ്രവീണെ എനിക്കറിയില്ല പോട്ടെ ഇങ്ങോട്ട് സാധനം പോട്ടെ ഇങ്ങനെയുള്ളതാണ് പോട്ടെ സ്പീഡിലിട്ട ഞങ്ങൾക്ക് ഓടിക്കുമ്പോ പറക്കിയിരുന്നു വണ്ടി പ്രവീൺ മച്ചാൻ സ്പീഡില്ല പിന്നെ ശീലാവും ഇതിപ്പോ 5 CC വണ്ടിയാണ് ഓടിക്കൊണ്ടിരിക്കുന്നത് ഞങ്ങൾക്ക് 50 CC ആയിരുന്നിട്ടാ അത് കുഴപ്പമില്ല ഇത് മതി അപ്പൊ മച്ചാന്മാരെ പ്രവീൺ മച്ചാന്റെ ഭയങ്കര ആഗ്രഹം സംഭവം ഓടിക്കണത് അപ്പോ 5 CC എഞ്ചിനുള്ള പ്രവീൺ മച്ചാനാണ് ഇപ്പൊ ഓടിച്ചോണ്ടിരിക്കുന്നത് പ്രവീണേ എങ്ങനെയുണ്ട് ഇഷ്ടായോ ആ ഓട് കൈ പിടിക്കാണ്ട് ഓട് ചെരുപ്പ് തരാ അപ്പൊ പ്രവീൺ മച്ചാൻ ചെരുപ്പില്ലാത്തോണ്ടാണ് സംഭവം നീങ്ങാത്തെന്ന് പറയുന്നത് എല്ലാം കൊടുക്കുന്നുണ്ട് ഇനി പ്രവീൺ മച്ചാൻ നമ്മൾ ഓടിച്ചിട്ട് വിടുള്ളൂ 100 ആ റെഡി 1 2 3 അപ്പ് പ്രവീൺ മച്ചാൻ ഇതാണ് പറക്കും പ്രവി അങ്ങനെ പറന്നുകൊണ്ടിരിക്കുന്ന പ്രവീൺ മച്ചാനാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആ കരയെത്തി ദുബായ് കടപ്പുറത്തേക്ക് അടുത്തോണ്ടിരിക്കുകയാണ് നമ്മൾ ബ്രേക്ക് റെഡി 1 2 3 ആ പ്രവീൺ മച്ചാന്റെ വീരസാഹസങ്ങൾ ഒന്നുകൂടി കാണിച്ചു തരുമോ അപ്പൊ പ്രവീൺ മച്ചാൻ തിരിച്ച് ചവിട്ടാൻ പോവാണ് അങ്ങനെ നമ്മുടെ പ്രവീൺ മച്ചാന്റെ വലിയ ആഗ്രഹമായിരുന്നു ഇത് ചവിട്ടണമെന്നുള്ളത് അങ്ങനെ ആഗ്രഹം തീർത്തുകൊണ്ട് പ്രവീൺ മച്ചാൻ ഇപ്പൊ ചവിട്ടി പറന്നുകൊണ്ടിരിക്കണ്ട ഒരു രക്ഷയില്ലാത്ത പറക്കല് പ്രവീൺ മച്ചാനെ ഇഷ്ടായി സാറും ഇഷ്ടായി ഇതിലൊരു ക്യാമ്പിംഗ് വീഡിയോ ചെയ്ത് എങ്ങനെയുണ്ടോ റെഡ് വേഴ്സസ് ബ്ലൂ ആരൊക്കെ ഓക്കെയാണ് അപ്പൊ അതെ നിങ്ങൾ കമന്റ് റെഡ് വേഴ്സസ് ബ്ലൂ ക്യാമ്പിംഗ് വീഡിയോ നമ്മളുടെ ഈ ഓടുന്ന ജലചക്രത്തിൽ വെച്ച് ചെയ്ത് എങ്ങനെ ഉണ്ടാവും പൊളിക്കൂലേ അപ്പൊ എന്തായാലും നിങ്ങൾ കമന്റ് ചെയ്യണോട്ടോ നിങ്ങൾ പറയുന്നതനുസരിച്ചായിരിക്കും നമ്മൾ ക്യാമ്പിംഗ് സെറ്റ് ചെയ്യുന്നത് പിന്നെ സംഭവം ഇങ്ങനെ കാലറി ഒക്കെ കട്ട് ചെയ്യാൻ അടിപൊളി സാധനമല്ലേ അടിപൊളിയല്ലേ നന്നായിട്ട് മൂവ് ആവുന്നുണ്ട് പറന്ന് പോകുന്നുണ്ട് അത്ര പറഞ്ഞല്ല എന്നാലും കുറച്ചൊക്കെ പറന്ന് അപ്പോ എന്തായാലും ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം പ്രവീണേ സംഭവം എന്തായാലും നമ്മൾ ഉണ്ടാക്കിയ സാധനം അടിപൊളിയായിട്ടുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായി എന്താ പറയാ ഒരു ഫീലില്ലേ ഉണ്ടാക്കിയ ഒരു സക്സസ് ആയിപ്പോളൊരു ഫീല് അപ്പോൾ അതാണ് നമ്മുടെ വീഡിയോ ചെയ്ത് കഴിയുമ്പോൾ നമുക്കുള്ള സന്തോഷം സംഭവം ഇത് വർക്ക് ചെയ്ത് കാണുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട് ഒരു ദിവസം മഴയത്ത് അതിന്റെ ആവശ്യമില്ല ഇതിൽ കയറി കറങ്ങുമ്പോൾ തന്നെ മഴ നിറഞ്ഞ പോലെ ആവുന്നുണ്ട് അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ നമ്മൾ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടും വിചാരിക്കണം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ വീഡിയോ താഴെ കമന്റ് ചെയ്യാനായിട്ട് മറക്കരുത് അപ്പോൾ മച്ചാന്മാരെ ഇതിൽ നല്ല വീഡിയോസ് നമുക്ക് വീണ്ടും കാണാം പ്രതീക്ഷയിൽ ക്യാമറ വെച്ചാൽ പ്രവീൺ അതുപോലെ ടീം M14നോടൊപ്പം ഇറ്റ്സ് മീ ജോജോ ജോസഫ് സൈനിങ് ഔട്ട് ടാടാൻ 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 ടാറ്റാ